എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഗവൺമെന്റ് FCRAയുടെ കാര്യത്തിൽ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് മൈനോറിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്. FCRA എന്ന് പറയുന്നത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ NGOകൾക്കും ബാധകമാണ്. അത് മൈനോറിറ്റി ആണെങ്കിലും ഇനി മെജോറിറ്റി ആണെങ്കിലും ആരൊക്കെ വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങുന്നുണ്ടോ അവർക്കെല്ലാം ബാധകമാണ്. ആ ഫണ്ട് എന്തിനു വരുന്നു, എന്തിനൊക്കെ വിനിയോഗിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എവിടെ നിന്ന് വരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അറിയണ്ടേ? ആ ഫണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഈ രാജ്യത്ത് ചെയ്യുന്നു എന്നറിയണ്ടേ? ആ ഫണ്ട് കൈപ്പറ്റുന്നവർ ആ ഫണ്ട് ഉപയോഗിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത്, അതോ അത് വകമാറ്റി ചെലവാക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അറിയണ്ടേ? ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഇവിടെ പലരുടെയും പ്രചരണം കണ്ടാൽ തോന്നും FCRA കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി വിദേശത്ത് നിന്ന് ഫണ്ട് കൈപ്പറ്റാനേ പറ്റില്ല, ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ മൈനോറിറ്റിക്ക് അത് കാരണം എന്തോ വലിയ പ്രശ്നം വരാൻ പോവുകയാണ് എന്നൊക്കെ. ഇവിടെ ആശങ്കപ്പെടേണ്ടത് ഈ പൈസ വാങ്ങുന്നവര് അത് വകമാറ്റി ചിലവഴിക്കുന്നുവെങ്കിലാണ്, ഈ പൈസ ഉപയോഗിച്ച് രാജ്യത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിലാണ്, ഈ പൈസ ഉപയോഗിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിലാണ് അവരാണ് ആശങ്കപ്പെടേണ്ടത്. ഈ പൈസ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കൈപ്പറ്റുന്നത് ആ ആവശ്യത്തിന് നിയമാനുസരണം ഉപയോഗിക്കുകയാണെങ്കിൽ എന്തിനാണ് ആശങ്കപ്പെടേണ്ട കാര്യം? മാത്രമല്ല, ഇത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാവുന്നത്? ഏറ്റവും കൂടുതൽ സ്വാമിമാരും അതുപോലെ തന്നെ ആശ്രമങ്ങളും ഒക്കെ ഉള്ളത് ഈ പറയുന്ന ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. മോദി സർക്കാർ കൊണ്ടുവരുന്നത് കൊണ്ട് ഇതിനെ മൈനോറിറ്റിക്ക് അഗേൻസ്റ്റ് ആണെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. ഏതൊക്കെ സ്ഥാപനങ്ങളാണോ പുറത്തു നിന്ന് സഹായം സ്വീകരിക്കുന്നത്, ഫണ്ട് സ്വീകരിക്കുന്നത്, അവർക്കൊക്കെ ബാധകമാണ്. അതല്ലാതെ പ്രവർത്തിക്കുന്നവരെ ഇത് ബാധിക്കുന്നുമില്ല. അപ്പൊ ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടല്ല, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തതിന്റെ തുടർച്ചയാണ് ശരിക്കും മോദി സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. FCRAയിൽ കുറച്ച് ഭേദഗതികൾ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും ആശങ്ക തോന്നേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏറ്റവും കൂടുതൽ എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ഈ നമ്മുടെ നാട്ടിലെ ആളുകളെയൊക്കെ വിദേശത്ത് നിന്ന് പൈസ കിട്ടിയാൽ മാത്രമേ നമുക്ക് സേവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സേവിക്കാൻ പറ്റില്ലേ? ആരാണെങ്കിലും ഇനി ഇത്രയും ആശങ്കപ്പെടുന്ന ആർക്കാണെങ്കിലും അവരോടുള്ള ചോദ്യമാണ്, നമ്മുടെ നാട്ടില് അമേരിക്കക്കാരനും അല്ലെങ്കിൽ യൂറോപ്യൻസും ഒക്കെ പൈസ തന്നാൽ മാത്രമേ സേവനം നടക്കുന്നാണോ? നമ്മുടെ ഗവൺമെന്റ് പണ്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചിരുന്നു. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോ നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചു നമുക്കിനി അത് ആവശ്യമില്ല എന്ന്. ഒരുപാട് വിദേശ സഹായം സ്വീകരിക്കുന്ന ഇന്ത്യ 2003, 2004 കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണത്തിന് കീഴിലാണ് തങ്ങളുടെ വിദേശ നയത്തില് അല്ലെങ്കിൽ വിദേശ സഹായ നയത്തില് നിർണായക മാറ്റം വരുത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സഹായ സ്വീകർത്താക്കളിൽ ഒന്നായിരുന്നു ആ സമയത്ത് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ഘട്ടം എത്തിയപ്പോൾ തോന്നി നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ച് എത്ര കാലം മുന്നോട്ട് പോകും. അങ്ങനെ 2003, 2004 കേന്ദ്ര ബജറ്റ് പ്രസംഗത്തിൽ അന്നത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗ് ഒരു പുതിയ തന്ത്രം പ്രഖ്യാപിച്ചു. വ്യവസ്ഥകളോട് കൂടിയിട്ടുള്ള സഹായങ്ങൾ വേണ്ട എന്ന് ഇന്ത്യ തീരുമാനിച്ചു. അതായത് ചില നിബന്ധനകളോടെ, ഉദാഹരണത്തിന് ധനസഹായം നൽകുന്ന രാജ്യത്ത് നിന്ന് തന്നെ സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ വാങ്ങണം എന്ന വ്യവസ്ഥയൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള സഹായങ്ങൾ, അങ്ങനെ നൽകുന്ന സഹായങ്ങൾ സ്വീകരിക്കില്ല എന്ന് 2003, 2004 കേന്ദ്ര ബജറ്റ് പ്രസംഗത്തിൽ ഇന്ത്യ തീരുമാനിച്ചു. മാത്രമല്ല, ബൈലാറ്ററൽ എയ്ഡ് ഇന്ത്യ നിർത്തി സ്വീകരിക്കുന്നത്. മിക്ക രാജ്യങ്ങളിൽ നിന്നുമുള്ള സർക്കാർ തലത്തിലുള്ള ബൈലാറ്ററൽ എയ്ഡ് സ്വീകരിക്കുന്നത് നിർത്തി. UK, USA, റഷ്യ, ജർമ്മനി, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ എന്നീ 6 പ്രധാന പങ്കാളികളിൽ നിന്ന് മാത്രമായിട്ട് ആ സമയത്ത് അത് പരിമിതപ്പെടുത്തി. 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സഹായ പദ്ധതികളിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയും അവരുടെ നിലവിലുള്ള കടങ്ങൾ മുൻകൂട്ടി തിരികെ നൽകുകയും ചെയ്യുന്നു. 2004 സുനാമി വന്ന കാര്യം ഓർക്കുന്നുണ്ടാവില്ലേ? 2004 ഡിസംബറിലെ സുനാമിക്ക് ശേഷം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് വിദേശ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത അടിയന്തര സഹായം ഇന്ത്യ ഔദ്യോഗികമായിട്ട് നിരസിച്ചു. ഈ പ്രതിസന്ധി സ്വയം പരിഹരിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒപ്പം ശ്രീലങ്ക, മാലദ്വീപ് തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുകയും ചെയ്തു. എത്ര വിപ്ലവകരമായ തീരുമാനമാണ്! അടൽ ബിഹാരി വാജ്പേയിയും മൻമോഹൻ സിംഗും ഒക്കെ എത്ര ദീർഘവീക്ഷണത്തോടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന തീരുമാനങ്ങൾ എടുത്തു എന്ന് ആലോചിക്കണം. ഇതിനുശേഷം, ഈ ഒരു സംഭവത്തിന് ശേഷം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് തന്നെ ഇന്ത്യ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു. വിദേശകാര്യ മന്ത്രാലയവും എക്സിം ബാങ്കും വഴി ആഫ്രിക്ക, ദക്ഷിണേഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് വികസന വായ്പകളും സഹായങ്ങളും ഇന്ത്യ നൽകാൻ തുടങ്ങി. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തില് ശരിക്കും ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കുന്ന രാജ്യമായിട്ട് മാറി.
സഹായം സ്വീകരിക്കുന്ന രാജ്യത്തിൽ നിന്ന്. ഇതൊരു വലിയ മാറ്റമായിരുന്നു. ഇന്ത്യ ഇനി മുതൽ മറ്റുള്ളവരോട് ബെഗ് ചെയ്യാൻ പോകില്ല എന്നൊരു നിലപാട് ഇന്ത്യക്കുണ്ടായി. വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായിട്ട് വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പകളായും മറ്റുമൊക്കെ എടുത്തിരുന്നുവെങ്കിലും അത് ഔദാര്യമല്ല, പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ കൃത്യമായിട്ട് റിട്ടേൺ അടയ്ക്കേണ്ടതോ ആയിട്ടുള്ള തുകയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങൾ തന്നിരുന്ന ഗ്രാന്റുകൾ 2014 കൂടി തന്നെ ഓൾമോസ്റ്റ് ഇന്ത്യ പൂർണ്ണമായിട്ട് കുറച്ചു കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ നിർത്തലാക്കുകയാണ് ചെയ്തത്. ഞാൻ ഇത്രയും കാര്യം ഇവിടെ പറയാൻ കാരണം, നമ്മൾ ആത്മാഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ശരിയാണ്, നമ്മുടെ രാജ്യത്ത് പട്ടിണി പാവങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ഇവിടെ ഒരു ഭരണകൂടമുണ്ട്, ഇവിടെ അതിനുള്ള സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾ വിദേശത്ത് നിന്ന് ധനം സ്വീകരിക്കേണ്ടെന്ന് പറയുന്നില്ല, അത് പറയാൻ ഞാൻ ആരുമല്ല. ഇവിടെ അതിന് നിയമപരമായ തടസ്സങ്ങളില്ല. പക്ഷെ ഗവൺമെന്റ് അതിനകത്ത് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇങ്ങനെ സ്വീകരിക്കുന്ന പണത്തിന്റെ സോഴ്സ്, അല്ലെങ്കിൽ അത് എന്തിനുപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചോദിക്കുമ്പോൾ അത് അന്വേഷിക്കാനായിട്ടുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവരുമ്പോൾ അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് ഇതാ ന്യൂനപക്ഷങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ NGO-കളെ തകർക്കാൻ ശ്രമിക്കുന്നു, സാധുക്കളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, വിദേശത്ത് നിന്നുള്ള പണം കിട്ടിയിട്ടല്ല നമ്മളാരും റേഷനരി വാങ്ങുന്നത്. വിദേശത്ത് നിന്നുള്ള പണം വന്നിട്ടല്ല ഇവിടെ ആരും ജീവിക്കുന്നത്. ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം. ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾക്കോ വളരെ വിരളിലുണ്ടാവുന്ന വ്യക്തികൾക്കോ അതുകൊണ്ട് ഗുണമുണ്ടാകും. എന്തായാലും നമ്മുടെയൊന്നും ജീവിതത്തിൽ നേരിട്ട് ഒരു സായിപ്പിന്റെ പണവും നമുക്ക് ആർക്കും വേണ്ടി വന്നിട്ടല്ല. നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതല്ലാതെ. മാത്രമല്ല, ഗവൺമെന്റ് ആണ് നമുക്ക് ആവശ്യമായ റേഷനും മറ്റു സാധനങ്ങളും നൽകുന്നത്, ഇളവുകൾ നൽകുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല അമേരിക്കയിലോ യൂറോപ്പിലോ ഇല്ലാത്ത മികച്ച ആരോഗ്യ മേഖല നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടെ കിട്ടുന്ന വിലയ്ക്ക് വിദേശ രാജ്യത്ത് മെഡിസിൻസ് കിട്ടുമോ? ഡോക്ടേഴ്സ് അവൈലബിൾ ആണോ? അല്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റമാണുള്ളത്. ഈ സിസ്റ്റം നമുക്ക് സായിപ്പിന്റെ പൈസ കിട്ടിയിട്ടാണോ നമുക്ക് ഗവൺമെന്റ് തരുന്നത്? അല്ല, നമ്മൾ അടയ്ക്കുന്ന നികുതി പണം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ ഒരു പങ്ക് പറ്റി ജീവിക്കുമ്പോൾ അതിൽ അഭിമാനമുണ്ട്. ആരുടെയെങ്കിലും ഔദാര്യം വാങ്ങി നമുക്ക് ജീവിക്കേണ്ടി വരുന്നത് ഒരു അപമാനമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് അടൽ ബിഹാരി വാജ്പേയിയും പിന്നീട് മൻമോഹൻ സിംഗ് ഭരണകൂടവും ഒക്കെ അത് നിർത്തലാക്കിയത് എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വിദേശ സഹായം വേണ്ട എന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ഇന്ത്യ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്തുമാത്രം രാജ്യങ്ങൾക്കാണ് സഹായം കൊടുക്കുന്നത്? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലും ഇന്ത്യ സഹായം കൊടുക്കും. സോ ആ നിലയിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇന്ത്യയിലെ NGO-കൾ വിദേശ ഫണ്ടിന് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് എന്തിന് കാത്തിരിക്കണം എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. അപ്പൊ ഗവൺമെന്റിനെ കൃത്യമായി കണക്കുകൾ കാണിക്കാൻ എന്തിനു മടിക്കണം? കൃത്യമായി കണക്കുകൾ കാണിക്കണം. FCRA എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ തോന്നും പോലെ നമ്മുടെ രാജ്യത്തേക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് ഒഴുകേണ്ട ആവശ്യമില്ല. ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് പോലെ അല്ല സൗജന്യമായിട്ട് NGO-കൾ വഴി അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ വഴി ഫണ്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളുമാണ്. എല്ലാ NGO-കളും എല്ലാ സ്ഥാപനങ്ങളും മികച്ചതാണ്, നല്ലതാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇന്ത്യയിലുള്ള 145 കോടി ജനങ്ങളും നല്ല തനി തങ്കമാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദചാമിയും ബണ്ടി ചോറവും ആരാണ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് കള്ളന്മാരുമുണ്ട്, കൊലപാതകികളുമുണ്ട്, കൊള്ളക്കാരുമുണ്ട്, നല്ലവരുമുണ്ട്, മോശമായ ആളുകളുമുണ്ട്. ഇത് എല്ലായിടത്തുമുണ്ട്. NGO-കളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്, രാജ്യത്തിന് ദോഷമായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. അപ്പൊ അവരെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഭേദഗതി ആവശ്യമാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടോ ആരുടെയെങ്കിലും എന്തെങ്കിലും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല ഗവൺമെന്റ് ഇത് കൊണ്ടുവരുന്നത്. മറിച്ച് രാജ്യത്തിന്റെ പൊതുവായ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.